ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഹൈ ഫൈവിലേക്ക്. അങ്ങനെ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി അധികാരമേറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ പുതിയ മന്ത്രിസഭയിലെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആദ്യ മന്ത്രിസഭാ യോഗവും അതിലെ തീരുമാനങ്ങളും വന്നു. മന്ത്രിമാരുടെ വകുപ്പുകളിലും ധാരണയായിരിക്കുന്നു. നമുക്ക് പരിശോധിക്കാം ജനപ്രിയം ടീം വി.ഡി.എസ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയാണ് വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. ആരോരുമില്ലാത്ത തന്നെ ചേർത്ത് പിടിച്ച വി.ഡി. സതീശനെ സ്വന്തം മകനായി കാണുന്ന അമ്മാളു അമ്മ ഔദ്യോഗിക ചടങ്ങുകൾക്കിടയിലും സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് കടന്നുവരുന്ന ഹൃദയസ്പർശിയായ നിമിഷത്തിനും സെൻട്രൽ സ്റ്റേഡിയം ഇന്ന് സാക്ഷിയായി. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ. ശരി, അങ്ങനെ ടീം വി.ഡി.എസ് അധികാരത്തിലേക്ക് വരുമ്പോൾ വാക്കുപാലിച്ചുകൊണ്ടാണ് തുടക്കം. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഉണ്ടായ പ്രഖ്യാപനങ്ങളാണ് ഹൈ ഫൈവ് ഇനി നോക്കാൻ പോകുന്നത്. ആദ്യ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനം ആശമാർക്ക് ഓണറേറിയം 3000 രൂപ കൂട്ടി എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആശമാരുടെ സമരം നടക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. അക്കാലത്ത് ആശമാരുടെ ഓണറേറിയം ഒരു 100 രൂപ പോലും കൂട്ടാൻ നമുക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാർ എടുത്തത്. അന്ന് സമരപ്പന്തലിലേക്ക് എത്തി വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു ആശമാരുടെ ഓണറേറിയം കൂട്ടേണ്ടതാണ്. അടുത്ത ഒരു യു.ഡി.എഫ് സർക്കാർ വരികയാണെങ്കിൽ ആദ്യത്തെ തീരുമാനം, ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ ഒന്ന് ആശമാരുടെ ഓണറേറിയം കൂട്ടുക എന്നുള്ളതായിരിക്കുമെന്ന് കൂട്ടിയിരിക്കുന്നു. 3000 രൂപയാണ് ആശമാരുടെ ഓണറേറിയം കൂട്ടുക. അവർ 21000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ആദ്യഘട്ടം എന്നോണം 3000 രൂപ കൂട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേത് അങ്കണവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യ പ്രഖ്യാപനങ്ങളിൽ മറ്റൊന്ന് അങ്കണവാടി ജീവനക്കാർക്കൊപ്പം തന്നെ പാചക തൊഴിലാളികളുടെ വേതനവും 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സർക്കാർ. മറ്റൊന്ന് പ്രീ പ്രൈമറി ആയമാർ എന്നിവരുടെ വേതനവും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പം ഈ പാചക തൊഴിലാളികളുടെ വേതനം കൂട്ടിയതും പ്രീ പ്രൈമറി ടീച്ചർ അതേപോലെ ആയമാർ ഇവരുടെ വേതനം വർദ്ധിപ്പിച്ചതുമൊക്കെയും ഒരു ആദ്യ ഘട്ടം എന്നോണം കണ്ടാൽ മതിയെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഇനിയും മെച്ചപ്പെടാനുണ്ട്. അത് കുറച്ചും കൂടി ബെറ്റർ ആയതിനു ശേഷം ഈ 1000 രൂപ എന്നതിൽ മാറ്റമുണ്ടാകുമെന്നും ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച 2 ഗ്യാരണ്ടികളുടെ പ്രഖ്യാപനം കൂടി നടന്നു. അത് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം കൂടി വന്നു. അതിലൊന്നാമത്തേത് ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങുമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 5 ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സൗജന്യ KSRTC യാത്ര സ്ത്രീകൾക്ക് വേണ്ടി. അത് ജൂൺ 15 മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയ് 15 മുതൽ തുടങ്ങുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ നമുക്കറിയാം മന്ത്രിസഭ രൂപീകരിക്കാനായി കാലതാമസം എടുത്തു. ഇന്നായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമങ്ങൾക്കും അതിനനുസരിച്ചുള്ള കാലതാമസം വരും. പക്ഷേ മറ്റ് ഔദ്യോഗിക നടപടി ഇതിപ്പം വരികയാണെങ്കിൽ തന്നെ അത് ചെയ്യാൻ പാകത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങാം. മറ്റൊന്ന് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായൊരു വകുപ്പാണ്. അതും ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇപ്പം വയോജനങ്ങൾക്ക് വേണ്ടി
പ്രത്യേക ഒരു വകുപ്പ് രാജ്യത്ത് ആദ്യമാണെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, സമൂഹം പരിഷ്കൃതമാകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ഇന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. വയോജന വകുപ്പിന് പിന്നിൽ സ്വപ്ന തുല്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നും VD സതീശൻ വ്യക്തമാക്കി. ഇനി മറ്റൊന്ന്, രക്ഷാപ്രവർത്തനം അന്വേഷിക്കാനുള്ള ഉത്തരവാണ്. അതായത് നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ ആലപ്പുഴയിലെ നവകേരള സദസ്സിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ചത്. ഈ സംഭവത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. കുറ്റക്കാർക്കായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനി മെയ് 21-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. ഈ പുതിയ സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് മെയ് 21-നായിരിക്കും. J. സുധാകരനായിരിക്കും പ്രോടൈം സ്പീക്കറായിട്ട് വരിക. 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കുക. ഇതും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധവളപത്രം ഇറക്കും എന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും അറിയിക്കാനായി, എന്താണ് ഖജനാവിന്റെ സ്ഥിതി എന്ന് അറിയിക്കാനായി, ധനസ്ഥിതി അറിയിക്കാൻ ഒരു ധവളപത്രം ഇറക്കുമെന്നും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം നമുക്ക്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധം ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്. എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ 2 ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക. അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമില്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കും. അത് തീരുമാനമായിട്ടുണ്ട്. അത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, വിദഗ്ധരായ ആളുകളെ ഒരു ടീം അത് പിന്നീട് പ്രഖ്യാപിക്കും. വളരെ പെട്ടെന്ന് വേണം. സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ഒരു ടീം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അത് പരിശോധിച്ച് നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധവളപത്രം ഉണ്ടാവും.